ഇപ്പോൾ ഇവിടെ ഈ അതുല്യയുടെ ആ, ആ, വീടിനടുത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയിലെ വാർഡ് മെമ്പർ ബിന്ദുമോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് ബിന്ദുമോളോട് തന്നെ ചോദിക്കാം എന്താണ് അവർക്കൊക്കെ അറിയാവുന്നത്. ശ്രീമതി ബിന്ദുമോൾ, ഇതിൽ ഇത്തരമൊരു ഒരു ഈ പറയുന്ന തരത്തിൽ ഷാർജയിൽ വലിയ പീഡനം ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നു, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നാട്ടിലെ ബന്ധുക്കൾക്ക് അതുല്യ അയച്ചു നൽകുകയും ഒക്കെ ചെയ്യുന്നു. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അതുല്യക്ക് നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയാതിരുന്നത്? അതിൽ ബന്ധുക്കളൊക്കെ ഇടപെട്ടിരുന്നോ? എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നോ ഈ സംഭവം? ഇത് ഇപ്പോ 3 മാസമേ ആയുള്ളൂ അതുല്യ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട്. ഇത് ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. 3 മാസങ്ങൾക്ക് മുമ്പ് അതുല്യ നാട്ടിൽ വന്നിട്ട് പോയതാണ്. വിവാഹം കഴിഞ്ഞ നാള് തൊട്ടേ ഇങ്ങനെ ഗാർഹിക പീഡനം സതീശിൽ നിന്ന് സ്ഥിരമായി ഉണ്ടായിരുന്നു. ഇതിന്റെ പേരില് കോടതിയിൽ ഒരു ഗാർഹിക പീഡന കേസ് നിലവിലുണ്ടായിരുന്നു. പിന്നീട് ഇരു കൂട്ടരുടെയും വക്കീൽ ഇടപെട്ട് അതൊരു സമവായത്തിലെത്തിച്ച് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന രീതിയിൽ മാപ്പ് എഴുതി കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയതാണ് പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഈ 2 വർഷമേ ആയുള്ളൂ അതുല്യ ഗൾഫിലേക്ക് പോയിട്ട്. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം നാട്ടിൽ വന്നിട്ടുമുണ്ട്. പക്ഷെ നിരന്തരം തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ടെന്ന് അമ്മയ്ക്ക് എപ്പോഴും മെസ്സേജ്, ദേവോപദ്രവം ഏൽപ്പിക്കുന്നതിന്റെ പാടുകൾ മെസ്സേജ് അയച്ചു കൊടുക്കുകയും എല്ലാം വീഡിയോ കോൾ വിളിച്ച് അമ്മയെ ഈ പാടുകൾ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ അമ്മ അതില്യോട് പറയുമായിരുന്നു, ഈ ഒരു ബന്ധം വേണ്ട, മോള് ഇത് ഉപേക്ഷിച്ച് പോര് എന്ന് പറയുമായിരുന്നു. പക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞത് അവനെ ഉപേക്ഷിച്ചു പോന്നാൽ നാട്ടിൽ വന്നാലും അപായപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ സതീഷ്. ഒരു സൈക്കോ മാതിരിയുള്ള സ്വഭാവമായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണോ കരുതേണ്ടത്? അതോ ഈ ഭീഷണിയൊക്കെ ഭയന്ന് ഇത് സഹിച്ച് അതുല്യ അവിടെ തുടരുകയായിരുന്നു? അങ്ങനെ വേണം മനസ്സിലാക്കാൻ അല്ലേ? അതുല്യ എപ്പോഴും പറയുമായിരുന്നു മകളുടെ വിദ്യാഭ്യാസം നടക്കണം. അതുമാത്രമല്ല, ഈ സതീശ് ജോലിക്ക് പോകുന്ന സമയത്ത് അതിന്റെ മുറിയിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പുറത്തു പോകാതിരിക്കാൻ വേണ്ടി സതീഷ് തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ഈ റൂം തുറന്നകത്ത് കയറുന്നത്. ഇവരുടെ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നോ? അല്ല, അതുല്യയുടെ കുട്ടി ഇവിടെ നാട്ടിൽ കോയിവിളയില് അതുല്യയുടെ അമ്മയോടൊപ്പം നിന്നാണ് പഠിക്കുന്നത്. ഈ സതീഷും കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയോ മറ്റുമാണ് സ്ഥലം അല്ലേ? അതെ അതെ, ശാസ്താംകോട്ടയിലാണ് സതീഷിന്റെ സ്ഥലം. ഇതിപ്പോ എല്ലാവർക്കും അറിയാം. ഇത് ഈ ഗാർഹിക പീഡന പരാതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാവുകയും പിന്നീട് ഇരു കൂട്ടരും ഒന്നിച്ച് ഒരു സമവായത്തിന്റെ അത്തരം ഒരു ധാരണയുടെ പുറത്താണ് വീണ്ടും ഇവർ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിച്ചത് അല്ലേ? അതെ അതെ. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ തുടർ നടപടി? നാട്ടിൽ നിലവിൽ പരാതി നിൽക്കുന്നുണ്ടോ പോലീസിലോ കോടതിയിലോ മറ്റോ? അന്ന് കോടതി മുഖാന്തരം ഉള്ള പരാതിയായിരുന്നു. അത് പിന്നീട് സതീശ് ഇനി മേലാൽ ഇത് ആവർത്തിക്കത്തില്ല എന്ന് ബന്ധുക്കൾക്ക് ഒരു ഉറപ്പ് എഴുതി നൽകി ആണ് അന്ന് പിന്നീട് ഇത് ഒരു അവർ രണ്ടും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത്. എപ്പോഴും മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ടൊക്കെ പിന്നെ വലിയ മദ്യപാനിയായിരുന്നു സതീശ്. അന്നേരം അതിനുശേഷം പിന്നീട് വന്ന് കാലു പിടിച്ച് മാപ്പ് പറയുകയും പിന്നെ ഈ പെൺകുട്ടിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് വശത്താക്കുന്ന ഒരു സ്വഭാവമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, എന്തിനായിരുന്നു ആ സമവായത്തിന് പോയത് ഇത് എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. പക്ഷേ അത്തരം എന്തെങ്കിലും സമ്മർദ്ദം അതുല്യക്ക് ഉണ്ടായിരുന്നോ വീണ്ടും ഒരുമിച്ച് പോകാനൊക്കെ? ഈ ഇത്രയും ഗുരുതരമായ ഈ പറയുന്ന എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് തോന്നാവുന്ന മട്ടിലൊക്കെ പെരുമാറുന്ന ഒരാളുടെ കൂടെ ഈ സമവായത്തിന് പോയത് മറ്റാരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദം? നമ്മളുടെ നാട്ടിലെ സാഹചര്യം താങ്കൾക്ക് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അറിയാമല്ലോ. ഇനിയിപ്പോൾ ഈ വിവാഹബന്ധം വേർപെടുത്തിയൊക്കെ വന്നാൽ അതുണ്ടാക്കുന്ന പ്രശ്നം മൂലം അങ്ങ് അത് സഹിച്ചു പോയതാണോ അതുല്യ? താങ്കൾക്കറിയാമോ അത്? ഇതിലൊക്കെ സങ്കടകരമായ ഒരു കാര്യം, ഇന്ന് അതുല്യയുടെ ബർത്ത്ഡേ കൂടിയാണ്. അയ്യോ. അന്നേരം ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള പിന്നെ ഫോട്ടോസ് ഒക്കെ അതുല്യ ഷെയർ ചെയ്തിരുന്നു.
ഇവൻ ഈ സതീശിൽ നിന്ന് രക്ഷപ്പെട്ട് പോന്നാലും സതീശ് ഇവിടെ വന്ന് അതിക്രമം കാണിക്കും എന്നുള്ള ഒരു തോന്നല് അതിലേക്ക് ഉണ്ടായിരുന്നു. അതിലെ അത് പലരോട് ഷെയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഇത് ആത്മഹത്യ തന്നെയാണോ, മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ആത്മഹത്യ അല്ല എന്നാണ് അമ്മയും അച്ഛനും തറപ്പിച്ച് പറയുന്നത്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിലെ അമ്മയോടും മകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ പിടിച്ചു നിൽക്കും, എനിക്കൊരു മരണം ഉണ്ടായാൽ അത് മറ്റ് ഏതെങ്കിലും രീതിയിലായിരിക്കുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അമ്മ ഇന്ന് എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞത്. അതുല്യയുടെ ആരാണ് അവിടെ ഉള്ളത് ഇപ്പോൾ? ഈ എന്താണ് അവിടെ നടക്കുന്നത്? സഹോദരി അനിയത്തിയാണ്. അനിയത്തിയും ഹസ്ബൻഡും അവിടെ ഉണ്ട്. അവരാണ് മരണവിവരം നാട്ടിൽ അറിയിച്ചത്. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ അവിടേക്ക് പോകണമല്ലോ അല്ലേ? ഇത് നമ്മൾ ഈ വിഭജിക എന്ന് പറഞ്ഞ കൊല്ലത്ത് തന്നെയുള്ള കേരളപുരം സ്വദേശിയായ വിഭജികയുടെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞില്ല, അടുത്തത് അപ്പോഴേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ ഇനിയിപ്പോഴും ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ പോവുകയും ഒക്കെ വേണമല്ലോ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും. ഇനിയിപ്പോഴിത് മറ്റെന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അതിൽ അന്വേഷണവും ഒക്കെ നടക്കണ്ടേ? അവിടെ മറ്റൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും മലയാളി അസോസിയേഷന്റെ പ്രവർത്തകരെല്ലാം അതിലയുടെ സഹോദരി അഖിലയോടൊപ്പം അവിടെ ഉണ്ട്. നിയമപരമായി ഉള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മുടെ മലയാളി അസോസിയേഷൻകാർ അഖിലയോടൊപ്പം ഇപ്പൊ തന്നെ ചേർന്നിട്ടുണ്ട്. ശരി, ബിന്ദുമോളാണ് അവിടെ തേവലക്കര പഞ്ചായത്ത് അംഗം. അതുല്യയുടെയൊക്കെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ പഞ്ചായത്തിലെ വാർഡിലെ അംഗമാണ് ബിന്ദുമോളാണ് പ്രതികരിച്ചത്. ഏതായാലും ഇതൊരു ആത്മഹത്യയല്ല, അത് അങ്ങനെ ആവില്ല എന്ന് തന്നെയാണ് ഇവിടെ അതുല്യയുടെ മാതാപിതാക്കളൊക്കെ പറയുന്നത്. കാരണം ഇത്രയും ഒക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ജീവൻ ഒടുക്കില്ല എന്ന് വീട്ടുകാരെ അതുല്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. മകളുണ്ട്, മകൾക്ക് വേണ്ടി തനിക്ക് ജീവിച്ചേ പറ്റൂ എന്നാണ് അതുല്യ നാട്ടിലുള്ളവരോട് പറഞ്ഞത്.